നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. അമിതമായ വിമാനയാത്രാ കൂലി വിഷയത്തിൽ പാർലമെന്റ് കമ്മിറ്റി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമാകുന്നില്ലെന്ന് കെ മുരളീധരൻ എം പി. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഉഴപ്പിയാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നഷ്ടമാകുമെന്ന് മന്ത്രി എം പി രാജേഷ്. തന്റെ വരകളെ നിരന്തരം പുതുക്കി പുതിയ രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിച്ച കലാകാരനായിരുന്നു അന്തരിച്ച രജീന്ദ്രകുമാർ എന്ന് മന്ത്രി പി രാജീവ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കുന്നമംഗലം മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നമംഗലം മണ്ഡലത്തിൽ സ്ഥലം ലഭ്യമായ എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ മണ്ഡലതല പ്രഖ്യാപനവും പ്രവൃത്തി പൂർത്തീകരിച്ച കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനവും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ കായിക മേഖലയുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കണമെന്നും അതിന്റെ ഭാഗമായി അടുത്ത ബജറ്റിൽ കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് പ്രാദേശിക തലത്തിലെ കായിക മേഖലയ്ക്ക് കൂടുതൽ ഉത്തേജനമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിശീലകരെ നിയമിക്കാൻ 5 പരിശീലകരെ വരെ ഒരു പഞ്ചായത്തിൽ നിയമിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചു. അങ്ങനെ വരുമ്പോൾ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കായിക താരങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. ഏകദേശം നമ്മുടെ ഈ ഒരു പദ്ധതി പ്രകാരം തന്നെ 6000-ഓളം വരുന്ന പുതിയ കായിക പരിശീലകരെ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ബഹുമാനപ്പെട്ട MLA, കുന്നമംഗലം മണ്ഡലത്തിലെ സ്ഥലം ലഭ്യമായ എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ കളിക്കളം നിർമ്മിക്കുക എന്നുള്ള പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് തല കളിക്കളങ്ങൾ പൂർണ്ണമായി അടുത്ത വർഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. PT റഹീം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം M ധനീഷ് ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP അശ്വതി, മെമ്പർ PM ബാബു, അധ്യാപകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമിതമായ വിമാനയാത്രാ കൂലി വിഷയത്തിൽ പാർലമെന്റ് കമ്മിറ്റി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് കെ മുരളീധരൻ MP. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ നടത്തിയ പ്രവാസി ഭാരതീയ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഇൻഡോ അറബ് കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രവാസി ഭാരതീയ ദിനം കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. വോട്ടവകാശ വിഷയത്തിൽ പ്രവാസികളേറെ അവഗണനയാണ് നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത പ്രവാസി ദിനത്തിലെങ്കിലും പ്രവാസികളുടെ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമങ്ങളും സഹായങ്ങളൊക്കെ ഇത് പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പലപ്പോഴും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാകും. ഇതൊക്കെ പരിഹരിച്ച്, കാരണം നമ്മുടെ കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വരുന്ന വരുമാനം, പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന്റെ വരുമാനം ഉണ്ട്. ഇപ്പോൾ അത് ശരിയാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് വിദേശങ്ങളിൽ ജോലിയെടുക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരും ഒക്കെ അയച്ചു തരുന്ന കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഏതായാലും അടുത്ത പ്രവാസി ദിനമാകുമ്പോഴേക്കും കുറച്ചൊക്കെ പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഈ പ്രവാസി ദിനം അവാർഡ് ചടങ്ങൊക്കെ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷം അറിയിച്ചുകൊണ്ട് മാക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ മുസ്തഫ, യൂണിമണി വൈസ് പ്രസിഡന്റ് ആൻഡ് സോണൽ ഹെഡ് പി സുനിൽ ബാബു, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ,
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രൂപേഷ് കോളിയോട്ട് എന്നിവർ കെ മുരളീധരനിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജന്മഭൂമി ന്യൂസ് എഡിറ്റർ എം ബാലകൃഷ്ണന് വേണ്ടി ഫോട്ടോഗ്രാഫർ ദിനേശിന് ആറ്റക്കോയ പള്ളിക്കണ്ടി പുരസ്കാരം സമ്മാനിച്ചു. PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ പ്രസിഡന്റ് MV കുഞ്ഞാമു, KT വാസുദേവൻ, PT നിസാർ, K ജയന്ത്കുമാർ, ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, കോയട്ടി മാളിയേക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഉഴപ്പിയാൽ വ്യക്തികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പണം നഷ്ടമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓട്ടോ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓട്ടോകൾ വിതരണം ചെയ്തു. ജൂബിലി ഹാളിൽ നടന്ന പരിപാടി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിനായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കഠിന പ്രയത്നത്തിലാണെന്നും ഇതിനായി സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഇനി പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാലുള്ള സ്ഥിതി പഴയതുപോലെ ആയിരിക്കില്ലെന്നും 50,000 രൂപ വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ കഠിന പ്രയത്നത്തിലാണ്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമ ഭേദഗതി ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. പഴയതുപോലെ ആയിരിക്കില്ല ഇനി പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാലുള്ള സ്ഥിതി. 50,000 രൂപ വരെ ഫൈനിന് വ്യവസ്ഥയുണ്ട്. വെള്ളം മലിനമാക്കിയാൽ, വെള്ളത്തിൽ മാലിന്യമിട്ടാൽ 1 വർഷം വരെ തടവ് കിട്ടാം. ഈ നിയമത്തെക്കുറിച്ചുള്ള നല്ല പ്രചരണം നടക്കണം. നമ്മൾ കുറെ ബോധവൽക്കരിച്ചു നോക്കി. ബോധവൽക്കരണം കൊണ്ട് മാത്രമാവില്ല, കർശനമായ നിയമ നടപടി എടുക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് എതിർപ്പും മുറുമുറുപ്പും ഒക്കെ ഉണ്ടാവും, കുറച്ച് മുഷിച്ചിലൊക്കെ കാണും. അത് സാരമില്ല, അതൊന്നും കാര്യമാക്കേണ്ടതില്ല. നാട് വൃത്തിയാകുമ്പോൾ ആ മുഷിച്ചിലും മുറുമുറുപ്പും മാറിക്കോളും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ OP ഷിജിന, P ദിവാകരൻ, S ജയശ്രീ, PC രാജൻ, കൃഷ്ണകുമാരി, PK നാസർ, C രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തന്റെ വരകളെ നിരന്തരം പുതുക്കി പുതിയ രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിച്ച കലാകാരനായിരുന്നു അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാർ എന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കാലാതിവർത്തിയാണെന്നും മന്ത്രി P രാജീവ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ ചേർന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ മാസം അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാറിനെ അനുസ്മരിക്കാൻ സുഹൃത്തുക്കളും കാർട്ടൂണിസ്റ്റുകളും ഒത്തുചേർന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും കേരള കാർട്ടൂൺ അക്കാദമിയും ചേർന്നാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വ്യവസായ മന്ത്രി P രാജീവ് സംസാരിച്ചു. കാർട്ടൂണും കാരിക്കേച്ചറും രജീന്ദ്രകുമാറിന് വഴങ്ങിയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് അദ്ദേഹം വരകളിലൂടെ പറഞ്ഞു. വരയിലൂടെ ജീവിച്ച രജീന്ദ്രകുമാർ നിരന്തരം വിമർശനങ്ങളും നേരിട്ടെന്നും മന്ത്രി P രാജീവ് കൂട്ടിച്ചേർത്തു. രജീന്ദ്രകുമാറിന്റെ വരകൾ സർവജനങ്ങളെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കുമെന്നാണ്. നല്ല ആക്ഷേപഹാസ്യം അതിനകത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. കാർട്ടൂണും കാരിക്കേച്ചറും രണ്ടും ഒരേപോലെ വഴങ്ങി. രണ്ടും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതാണല്ലോ. ചില ഘട്ടങ്ങളിൽ കാർട്ടൂൺ തന്നെ കാരിക്കേച്ചറായി പരിണമിക്കുകയും ചെയ്യും. ഞാൻ കണ്ട ഒരു പ്രത്യേകത വരകൾ കാർട്ടൂണോ കാരിക്കേച്ചറോ ആകാം. അത് കാലത്തിൽ വരുന്ന മാറ്റം, സങ്കേതങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ചുകൊണ്ട് നിരന്തരം പുതുക്കി പുതിയ രൂപങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിന് വേണ്ടി കലാത്മകമായി കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായി ഞാൻ വായിച്ചെടുക്കുന്നത്. MP MK രാഘവൻ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ്, പ്രശസ്ത ആനിമേറ്റർ സുരേഷ് ഏറിയാട്ട്, മാതൃഭൂമി പത്രാധിപർ മനോജ് K ദാസ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PS രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. രജീന്ദ്രകുമാറിന്റെ കാരിക്കേച്ചർ മന്ത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ചേർന്ന് ഏറ്റുവാങ്ങി.
രജീന്ദ്രകുമാറിന്റെ രചനകളുടെ ഡിജിറ്റൽ പ്രദർശനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജനുവരി 15-ന് പാലിയേറ്റീവ് വളണ്ടിയർ സംഗമം നടത്തും. കിടപ്പ് രോഗി പരിചരണത്തിനുള്ള സൗജന്യ സോഫ്റ്റ്വെയർ ഉപദേശക സമിതി ചെയർമാൻ P. മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ ഏറ്റുവാങ്ങും. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ സംഗമം നടക്കുക. 2018 ഓഗസ്റ്റിൽ സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ചത്. ഇന്ന് ആ സൊസൈറ്റിക്ക് 16 സോണൽ കമ്മിറ്റികൾ, 242 മേഖലാ കമ്മിറ്റികൾ, 1086 യൂണിറ്റുകൾ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ തന്നെ സാന്ത്വന പരിചരണം ഉറപ്പുവരുത്തണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനമാരംഭിച്ച സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ദിനമായ ജനുവരി 15-ന് കോഴിക്കോട് തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ പാലിയേറ്റീവ് വളണ്ടിയർ സംഗമം സംഘടിപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ S. മിഥുൻ മുഖ്യപ്രഭാഷണം നടത്തും. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, മുൻ MLA A. പ്രദീപ് കുമാർ, MLA K. ജമീല, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മഹബൂബ് എന്നിവർ സംസാരിക്കുമെന്നും ചെയർമാൻ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും, CHCകളിലും, താലൂക്ക് ആസ്പത്രികളിലും, ജില്ലാ ആസ്പത്രിയിലും ഓരോ ഡോക്ടർമാരും നഴ്സുമാരും പെയിൻ ആൻഡ് പാലിയേറ്റീവിന് മാത്രമായി പ്രവർത്തിക്കുന്നു. അവരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സുരക്ഷയുടെ വളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി പാലിയേറ്റീവ് കെയർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാതല സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. മേയർ M. ബീന ഫിലിപ്പ് മേള ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ CSI ഹാളിൽ നടക്കുന്ന മേള ജനുവരി 15-ന് സമാപിക്കും. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹകരണത്തോടുകൂടിയാണ് മേള സംഘടിപ്പിക്കുന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവയ്ക്ക് വിപണി കണ്ടെത്തി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായാണ് മേള. ഉപഭോക്താക്കൾക്ക് ഉൽപ്പാദകരെ നേരിൽ കാണുന്നതിനും സംവദിക്കുന്നതിനും മേള അവസരമൊരുക്കുന്നു. ഭക്ഷ്യ സംസ്കരണം, കരകൗശലം, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്, ഗാർമെന്റ്സ്, മൺപാത്ര നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നവീന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പരമ്പരാഗത മേഖലയിൽ നിന്നുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. മേളയുടെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ആവുന്നത്ര നമ്മൾ ശ്രമിക്കുക. എന്തെങ്കിലും ചെറിയ തിരിച്ചടി വരുമ്പോഴേക്കും ഇനി ഞാൻ ഒന്നിനുമില്ല എന്നും പറഞ്ഞിട്ട് മൂലയിൽ പോയി ഒഴിച്ചിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു അൺടയറിങ് ഓപ്റ്റിമിസം ഉണ്ടാവണം. ഒരിക്കലും തളരാത്ത ശുഭാപ്തി വിശ്വാസം ഉള്ള ആൾക്കാർക്ക് വാസ്തവത്തിൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാരെ പോലെയാ? ഈ സംരംഭകർക്ക് എപ്പോഴും എന്ത് വേണം? അൺടയറിങ് ഓപ്റ്റിമിസം. ഒരു കാലവും നമ്മൾ ക്ഷീണിച്ച് തളരാതെ പോകുന്ന ഒരു ശുഭാപ്തി വിശ്വാസവും കഠിന പ്രയത്നവും ചെയ്യാനുള്ള ഒരു മനസ്സ്, പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. കൗൺസിലർ SK അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. KSSIA പ്രസിഡന്റ് M. അബ്ദുറഹിമാൻ, ലീഡ് ബാങ്ക് മാനേജർ TM മുരളീധരൻ, DIC മാനേജർമാരായ I. ഗിരീഷ്, P. നിതിൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ MV ബൈജു, അസിസ്റ്റന്റ് ഡയറക്ടർ P. സ്മിത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ 27ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 16-ന് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരളത്തിലെ വിവിധ യൂണിറ്റുകളിലെ 1000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം അംഗങ്ങളും രജിസ്റ്റേർഡ് അംഗങ്ങളും 2000-ഓളം യൂണിറ്റുകളും, അതും കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ്. ജനുവരി 16-ന് രാവിലെ 9 മണിക്ക് മിഠായിത്തെരുവിൽ SK പ്രതിമയ്ക്ക് സമീപത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം നളന്ദയിലെ EK ഗോവിന്ദൻ മാസ്റ്റർ നഗറിൽ സമാപിക്കും.
സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ എൻ ഗോപിനാഥൻ പിള്ള പതാക ഉയർത്തും. ഉദ്ഘാടന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, സംസ്ഥാന കൌൺസിൽ യോഗം എന്നീ 3 സെഷനുകളിലായാണ് സമ്മേളനം നടക്കുക. റെയിൽവേ യാത്രാ നിരക്കുകളിൽ വയോജനങ്ങൾക്കുണ്ടായിരുന്ന ഇളവുകൾ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുക, സർക്കാർ ഓഫീസുകൾ, റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ വയോജന സൗഹൃദമാക്കുക, വയോമിത്രം പദ്ധതി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ രാജീവൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ തുടങ്ങിയവർ പറഞ്ഞു. കോവിഡിന് മുന്നേ വയോജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കൺസെഷൻ ഉണ്ടായിരുന്നു, റെയിൽവേ കൺസെഷൻ. അന്ന് പുരുഷന്മാർക്ക് 40%, സ്ത്രീകൾക്ക് 50% കിട്ടിക്കൊണ്ടിരുന്നത്. ആ കോവിഡ് കാലത്ത് അത് നിർത്തി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കോവിഡ് കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുമെന്ന്. പക്ഷെ ഇന്നേ വരെ ആ കൺസെഷൻ, ആ ഇളവ്, ടിക്കറ്റ് ഇളവ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുക്കം KMCT മെഡിക്കൽ കോളേജ് നാക് അംഗീകാര നിറവിൽ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏജൻസിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ A ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് KMCT. ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് മുക്കം KMCT. KMCT മെഡിക്കൽ കോളേജ് കേരളത്തിലെ എല്ലാ മറ്റ് മെഡിക്കൽ കോളേജുകളിലെല്ലാം പിന്നിട്ടുകൊണ്ട് ആണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ചുരുക്കം കോളേജുകൾക്ക് മാത്രമേ ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. KMCT മെഡിക്കൽ കോളേജ് മണാശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് 1500 ബെഡുകളുള്ള ആസ്പത്രി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശസ്ത്രക്രിയകളും, ന്യൂറോ സർജറി, കാർഡിയക് സർജറി, അവയവമാറ്റ ഓപ്പറേഷനുകളെല്ലാം നടക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത്. ജനുവരി 15-ന് മുക്കം KMCT ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പണം നടത്തും. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലനത്തിനുമുള്ള സ്ഥാപനത്തിന്റെ മികവ് പരിഗണിച്ചാണ് അംഗീകാരം ലഭ്യമായത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് KMCT നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള പ്രചോദനമായാണ് ഈ നേട്ടത്തെ കാണുന്നതെന്ന് KMCT സ്ഥാപക ചെയർമാൻ ഡോക്ടർ K മൊയ്തു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവിടുത്തെ ഭൗതിക സൗകര്യങ്ങളും അധ്യാപകരുടെ നിലവാരവും മറ്റ് ഗവേഷണ രംഗത്തുള്ള നേട്ടങ്ങളും നൂതനമായ പഠന രീതികളും ചേർന്നുകൊണ്ടുള്ള അതെല്ലാം വിലയിരുത്തിയാണ് ഈ നാക് അക്രഡിറ്റേഷൻ A+ ലഭിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ KMCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ PM റമീസും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലയൺസ് ക്ലബ് 318E ജനുവരി 7 മുതൽ 13 വരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മ സേന പ്രവർത്തകരെ സമ്മാനങ്ങളും ഫലകങ്ങളും നൽകി ആദരിച്ചു. നഗര ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന സേവനം കണക്കിലെടുത്താണ് ആദരവ് നൽകിയത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മാഹി, കോഴിക്കോട് റവന്യൂ ജില്ലകളടങ്ങിയ ലയൺസ് ഡിസ്ട്രിക്ട് 318Eയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് സഫയർ മെമ്പറും അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയുമായ സുഭാഷ് നായരാണ് ചുക്കാൻ പിടിക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ആദരിക്കൽ പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ KT രജീഷ് ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് നായർ അധ്യക്ഷത വഹിച്ചു. വേദിയിൽ സൂര്യദേവ് എന്ന അംഗപരിമിതിയുള്ള യുവാവിന് ഇലക്ട്രോണിക് വീൽ ചെയർ ലയൺസ് സെക്കൻഡ് VDG രവി ഗുപ്ത കൈമാറി. കോർപ്പറേഷൻ കൗൺസിലർ അബൂബക്കർ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രേംകുമാർ, സഫയർ ക്ലബ്ബ് പ്രസിഡന്റ് ജാസിർ എന്നിവരും മറ്റ് നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ലയൺസ് ക്ലബിന്റെ വക ഇത്രയും നല്ലൊരു ആദരവ് തന്നെ ഞങ്ങൾ വളരെയേറെ സന്തോഷമുണ്ട്.
ഹരിതകർമ്മ സേനകളായി ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഈ ഒരു ആദരവ് ഞങ്ങൾക്ക് പല ആളുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു ആദരവ് നിങ്ങൾ തന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ കിട്ടിയ ആദരവ് ഞങ്ങൾ എന്നെന്നും സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൌൺസിൽ മീറ്റും യാത്രയയപ്പും സംഘടിപ്പിച്ചു. താമരശ്ശേരി മോയിൻകുട്ടി ഹാളിൽ നടന്ന പരിപാടി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. അറബി അധ്യാപന മേഖലയിൽ 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അബ്ദുൾ ജബ്ബാർ മാസ്റ്റർക്കും 19 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അബ്ദുൾ മജീദ് മാസ്റ്റർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ഇരുവർക്കും സ്നേഹോപഹാരങ്ങൾ നൽകി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളൊന്നാണ് അറബി. ഏറ്റവും സുന്ദരമായ ഭാഷ നമ്മുടെ ഖുർആൻ അത്യാവശ്യം പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പുറത്തൊക്കെ പോയിരുന്നാലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ നമുക്ക് മറ്റൊരാളേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സുന്ദരമായ ഭാഷ എന്നൊക്കെ ലോകഭാഷയിൽ അഗ്രഗണ്യമായ സ്ഥാനമുണ്ട് നമ്മുടെ അറബിക് ഭാഷയിൽ. പക്ഷെ നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്തെത്തുമ്പോൾ പലപ്പോഴും നമ്മൾക്കെതിരെയുള്ള സർക്കാരുകൾ വരുമ്പോൾ നമ്മളെ ചവിട്ടിക്കാട്ടാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിന് നിങ്ങളുടെ ഒരു കൂട്ടായ്മ അതിനെ ചെറുത്ത് തോൽപ്പിക്കാറുണ്ട്. ഷാഖ് ജഹാൻ അലി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ A. അബ്ദുൾ റഷീദ് അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം മാസ്റ്റർ, സ്റ്റേറ്റ് കൗൺസിലർ മുനീർ MT, ജില്ലാ ട്രഷറർ I. സൽമാൻ, KK അബ്ദുൾ മജീദ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്കാരം, പൈതൃകം, മതേതരത്വം എന്ന ടൈറ്റിലിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 14, 15, 16 തീയതികളിലായി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം 66 വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പഴക്കം ചെന്ന അധ്യാപക സംഘടനയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നവോന്മുഖമായ ധാരാളം നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാബല്യത്തിൽ വരാൻ അതാത് കാലഘട്ടത്തിലെ സർക്കാരുകളെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വലിയ ചരിത്രമുണ്ട് ഈ സംഘടനയ്ക്ക്. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളം മത്സരത്തിൽ മിന്നിത്തിളങ്ങിയ ടീം അംഗങ്ങൾക്ക് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. ഹൈക്കോടതി അപ്പീലിലൂടെയാണ് മത്സരത്തിനെത്തിയതെങ്കിലും 1ാം സ്ഥാനവും A ഗ്രേഡും നേടിയാണ് കുട്ടികൾ മടങ്ങിയത്. കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹൈക്കോടതി അനുമതിയിലൂടെ മത്സരിച്ച കുട്ടികൾ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ സന്തോഷത്തിലാണ്. ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും തളരാത്ത മനസ്സുമാണ് കുട്ടികളെ 1ാം സ്ഥാനത്തെത്തിച്ചത്. സ്കൂളിന്റെ അഭിമാനമായ കുട്ടികൾക്ക് സ്കൂളിൽ സ്വീകരണമൊരുക്കി. ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയിലും കുട്ടികൾ മികച്ച പ്രകടനം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. അമിതമായ വിമാനയാത്രാക്കൂലി വിഷയത്തിൽ പാർലമെന്റ് കമ്മിറ്റി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമാകുന്നില്ലെന്ന് K. മുരളീധരൻ MP. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഉഴപ്പിയാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നഷ്ടമാകുമെന്ന് മന്ത്രി MB രാജേഷ്. തന്റെ വരകളെ നിരന്തരം പുതുക്കി പുതിയ രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിച്ച കലാകാരനായിരുന്നു അന്തരിച്ച രജീന്ദ്രകുമാർ എന്ന് മന്ത്രി P. രാജീവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.